എറണാകുളം കീഹോൾ ക്ലിനിക്കിലെയും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെയും സീനിയർ ജനറൽ ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ മധുകർ പയ്യാണ്. എനിക്ക് 49 വയസ്സുണ്ട്. എനിക്ക് മോഷൻ പോകുമ്പോഴേ ഭയങ്കര ടൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഡോക്ടറെയൊക്കെ കുറെ കാണിച്ചു, തൃശ്ശൂര് ഹോസ്പിറ്റലിൽ അവിടെ ഇവിടെയൊക്കെ കുറെ കാണിച്ചു, കുറെ മെഡിസിൻ ഒക്കെ കഴിച്ചു. എനിക്ക് എൻഡോസ്കോപ്പി ചെയ്തു, കൊളോനോസ്കോപ്പി ചെയ്തു. അതിലൊന്നും ഒരു കുഴപ്പം അവര് കാണാനില്ല. പക്ഷെ എനിക്ക് മോഷൻ പോകുമ്പോ ഭയങ്കര ടൈറ്റ് വരിക, പിന്നെ ഇങ്ങനെ മണി പോലെ വരിക ആദ്യം. പിന്നെ വരുന്നത് കുറച്ച് കുഴപ്പമില്ലാത്ത ശരിക്ക് വരുന്നുണ്ട്. അത് 2 ദിവസം കൂടുമ്പോഴേ ഇങ്ങനെ മോഷൻ പോണതും ഉള്ളൂ. ഇപ്പൊ വയറിളക്കാനായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാത്രമേ മോഷൻ പോണുള്ളൂ. നിങ്ങള് അത് എന്തുകൊണ്ടാണ്? സാധാരണഗതിയിലേ ഞങ്ങളൊക്കെ പറയാറുള്ള എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ഈ ശോധനക്കുള്ള മരുന്ന് വിത്തൗട്ട് സൂപ്പർവിഷൻ കഴിക്കുകയാണെങ്കിൽ, ആരും പറയാതെ അല്ലെങ്കിൽ സ്വയം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങളൊരു നിത്യമായ ഉദരരോഗിയായി തീരുന്ന പറയാറ്. കാരണം നമ്മൾ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടലിന്റെ താളം മുഴുവൻ തെറ്റും. ഇടക്കിടക്ക് കഴിയുമ്പോൾ താളം തുടർച്ചയായിട്ട് തെറ്റും. അപ്പൊ നിങ്ങൾക്ക് പിന്നീട് പോവാൻ മടിയുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അതിന്റെ ജലാംശം മുഴുവൻ താഴത്തേക്ക് വരുമ്പോഴത്തേക്ക് അബ്സോർബ് ചെയ്ത് പോകും. അപ്പൊ മലം കട്ടിയാവും. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ശോധനക്കുള്ള മരുന്ന് കഴിക്കുന്നത് നിർത്തുക. ഇലകളും പച്ചക്കറികളും അതൊക്കെ കഴിക്കുക. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ സാധാരണ ചെയ്യാറുള്ള ഒരു എനീമ കൊടുക്കലാണ്. ഒരു 3-4 ദിവസം മരം പോയില്ലെങ്കിൽ എനീമ കൊടുക്കുക. കാരണം അതിന്റെ ഒരു സ്വാഭാവിക താളം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നന്നായിട്ട് വെള്ളം കുടിക്കുക. വീട്ടിൽ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള പോയിട്ടുള്ള എനീമകൾ അവൈലബിൾ ആണ് ഇപ്പോ. സാറേ, എന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെർമനന്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷന്റെ അസുഖം ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് 2012 നാട്ടിലൊരു ഗാസ്ട്രോ എൻട്രോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പൊ ആ സമയത്ത് കൊളോണോസ്കോപ്പി ചെയ്തായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം വിചാരിച്ചിട്ട്. അതിൽ കണ്ടെത്തിയത് റെക്ടൽ അൾസർ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടെത്തിയായിരുന്നു. റെക്ടൽ അൾസർ അത് നമ്മൾ ഈ അനസിന്റെ ഓപ്പണിങ്ങിൽ തന്നെ ആയിരുന്നു. അപ്പോ അത് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അയച്ചായിരുന്നു. പക്ഷെ അതിലൊന്നും കണ്ടില്ല. പക്ഷെ അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് സാറേ. അത് സോളിറ്ററി റെക്ടൽ അൾസർ ചികിത്സിച്ച് മാറ്റാൻ വലിയ പ്രയാസമുള്ളതാണ്. ഒന്ന്, നമ്മൾ ഈ കോൺസ്റ്റിപ്പേഷനെ കുറിച്ച് പറയുമ്പോഴേ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതശൈലിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളിത് കേട്ടിട്ടുണ്ടായിരിക്കും, നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് നമ്മളൊരു സമയത്ത് ഒരു പർട്ടിക്കുലർ സമയം കണക്കാക്കി ടോയ്ലറ്റിൽ പോകണം. അത് നമ്മൾ പഠിച്ചെടുക്കണം. നമ്മുടെ ശരീരത്തെ അങ്ങനെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവരണം. അതൊന്ന്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തത്, ഈ സോളിറ്ററി റെക്ടൽ അൾസർ സാധാരണ ഒരു ബാഡ് ഡീഫിക്കേഷൻ സ്വഭാവം എന്ന് പറയുന്നത്. നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ഇരുന്ന് മുക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ്. ഇത് മാറാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ മാനോമെട്രി സ്റ്റഡീസ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും കാരണം, നിങ്ങളുടെ ഡീഫിക്കേഷൻ ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് പറയാൻ പറ്റും. റെക്ടൽ മാനോമെട്രി എന്നിട്ടൊരു ഇപ്പൊ വലിയ ആശുപത്രികളിലൊക്കെ കാണും. അത് ചെയ്തു നോക്കുക. ഒന്ന്. 2, പിന്നെ ചില സർജിക്കൽ പ്രൊസീജിയർ, സ്ഫിൻട്രോട്ടമി, രക്തത്തിന്റെ മലദ്വാരം ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് വലുതാക്കിയ പലർക്കും മാറുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ ചില ലേപനങ്ങളുണ്ട്. എന്ത് വന്നാലും അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് അത് മാറിക്കഴിയാൻ. നമ്മൾ അതിനേറ്റ് ചില സമയത്തൊക്കെ മാറും. ഇതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വളരെ സാവധാനത്തിൽ ടോയ്ലറ്റിൽ പോവുക, അത് കഴിഞ്ഞ് അധികം മുക്കാതിരിക്കുക, അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പല ആൾക്കാരിലും മാറുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാണ്ടായിരുന്നു. ഹലോ, പറഞ്ഞോളൂ സാറേ. അത് അവിടെ ഉണ്ട്. പക്ഷെ അത് ഇപ്പോ അകത്ത് പെർമനന്റ് ആയിട്ട് ഫിഷറും ഉണ്ടാവാറുണ്ട് പുറത്ത് അനസിന്റെ ഓപ്പണിങ്ങിൽ. അകത്ത് ഇപ്പോ ഭയങ്കര ഒരു തടിപ്പായിട്ട് കാണുന്നുണ്ട്. അതിന്റെ ഇത് തോല് പൊട്ടിയിരിക്കുകയാണ്. പിന്നെ അതൊരു ഓപ്പണിംഗ് പോലെ ഇല്ല. പക്ഷെ ബ്ലഡ് ഒന്നും ഇല്ല. പക്ഷെ എപ്പോഴും അവിടെ ഒരു വേദനയുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം സോളിഡ് റെക്ടൽ അൾസർ അല്ല, ഒരു ഫിഷറാണെന്നാണ് തോന്നുന്നത്. കാരണം തൊലി തള്ളിയിരിക്കുന്നു, അവിടെ ഒരു പൊട്ടലുണ്ട്. അതൊരു അത് ചെറിയ ശസ്ത്രക്രിയ ചെയ്താൽ മാറുന്നതാണ്. ലാപ്രോസ്ഫിൻട്രോട്ടമി അല്ലെങ്കിൽ ആനൽ ഡയലറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതിന് സൗകര്യമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റൽ ഒന്ന് പറഞ്ഞുതരാം? എല്ലാ ഹോസ്പിറ്റലും ഉണ്ട്. നിങ്ങൾ എവിടെ, സ്ഥലം എവിടെയാണ്? ഞാൻ ആക്ച്വലി ഇപ്പോൾ ഡൽഹിയിലാണ്. ഞാൻ ആക്ച്വലി കണ്ണൂരാണ് എന്റെ വീട്. അതെ, കണ്ണൂർ ഏതെങ്കിലും ആശുപത്രി പോയാൽ മതി. ഒരു സർജനെ കണ്ടാൽ മതി കേട്ടാ. ജില്ലാ ആശുപത്രിയോ? ഏതെങ്കിലും ഒരു ആശുപത്രി, അനസ്തീഷ്യ കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആശുപത്രിയിലും ഇത് ചെയ്യാൻ പറ്റും. വളരെ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ അല്ല. നിങ്ങൾക്ക് 2-3 മണിക്കൂർ വീട്ടിൽ